ഒരു ദിവസം രാത്രി അവനെന്നെ വിളിക്കുകയാണ്, നിങ്ങൾ ഇങ്ങോട്ട് വരണോ, ഞങ്ങൾ കാക്കാവിൽ ഞങ്ങളെ വീട്ടിലുണ്ടാവും, അവൾക്ക് എൻ്റെ കൂടെ നിൽക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എന്നാണ് പറയുന്നതെന്ന് പറഞ്ഞു. ആയിക്കോട്ടെ, ഞങ്ങൾ രാത്രി വരാമെന്ന് പറഞ്ഞ് ഞാനും വൈഫും കൂടി അവിടെ പോയി. രാത്രി അവിടെ പോയി. അവിടെ അവനുണ്ട്, അവൻ്റെ ഉപ്പയുണ്ട്, ഉമ്മയുണ്ട്. ഞങ്ങളെല്ലാവരും കൂടി അവിടെ ഇരുന്ന് കാര്യങ്ങൾ എന്താണെന്ന് അറിയാൻ വേണ്ടി സംസാരിച്ച്. അപ്പോൾ സംസാരിച്ചപ്പോൾ അവളെന്നോട് പറഞ്ഞു, എനിക്കിവിടെ നിൽക്കാൻ തീരെ താല്പര്യമില്ല, ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. കാരണം പിന്നെ നമ്മൾ ഒരുപാട് അവളോട് നല്ല രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. ഒരു മോളോ കള്ളല്ലേ, എങ്ങനെ പോന്നിക്കാണെങ്കിൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഈ കുറച്ചുകൂടി നോക്ക്, എന്തെന്നാ സംഭവം നമ്മൾ ഒന്നുകൂടി അന്വേഷിക്കട്ടെ എന്നൊക്കെ പറഞ്ഞവരോട് എല്ലാ കാര്യങ്ങളും രണ്ടാളോടും പറഞ്ഞു തരിച്ചാക്കി ഞങ്ങൾ പോരാന്ന് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി ഓടി വന്ന് ഞാൻ കെട്ടിപ്പിടിച്ച് ഭയങ്കര കരച്ചിലാണ്. അപ്പോൾ എനിക്ക് തോന്നി ഇതിലെന്തോ ഒരു പന്തികേടുണ്ടെന്ന് തോന്നി. അപ്പോൾ അവിടെ നിൽക്കുന്നില്ല പറഞ്ഞു. എന്നാൽ ഇനി പോരി, നമുക്ക് വീട്ടിലേക്ക് പോവുക, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ നമുക്ക് അവിടെ വെച്ച് നമുക്ക് തീരുമാനിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഓളെയും കൂട്ടി അന്ന് ഞങ്ങൾ ഇവിടെ വന്ന് പിന്നെ അവൾ എല്ലാ കാര്യങ്ങളും ഞങ്ങളോട് ഒരുപാട് കാര്യങ്ങൾ തുറന്ന് പറഞ്ഞ്. 5 വർഷമായി അവളെ അവൻ കൊണ്ടുപോയിട്ട്. പിന്നെ അതിൽ 2 വർഷമായി ഇപ്പം ഞങ്ങളുമായിട്ട് നല്ല രീതിയിൽ നിൽക്കുന്നത്. അപ്പോൾ പിന്നെ ഒരു കാര്യങ്ങൾ ഞങ്ങളോട് ഇതുവരെ അവൾ തുറന്ന് പറഞ്ഞു. നമുക്ക് പറയാൻ പറ്റാത്തൊരവസരമാണല്ലോ അത്. അതുകൊണ്ടാണ് അവൾ ഇതുവരെ ഒന്നും പറയാതിരുന്നത്. അങ്ങനെ ഇപ്പോൾ 2 വർഷമായി ഞങ്ങളുമായിട്ട് നല്ല അടുപ്പത്തിലാണ്. അവനും വരും പോവും, എന്ത് കാര്യങ്ങളുണ്ടെങ്കിൽ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുകയും വരികയും എല്ലാ ഇതിലും നിന്നതായിരുന്നു. അപ്പോൾ ഇപ്പോഴാണ് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എന്നുള്ള കാര്യം ഞങ്ങൾ അറിയുന്നത്. അങ്ങനെ അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഞാൻ കുറച്ച് ദിവസത്തോളം ഇവിടെ നിന്ന് ഞാൻ പിന്നെ പള്ളി കമ്മിറ്റിയിൽ ഞാൻ വിവരം പറഞ്ഞു, ഇങ്ങനെ ഇവിടെ ചെറിയ എന്തോ ഒരു വിഷയമുണ്ട്, അപ്പം നിങ്ങളൊന്ന് അന്വേഷിക്കണം ഇതിനെ പറ്റി എന്ന് പറഞ്ഞു. അപ്പോൾ അവരെ മാലിലേക്ക്, ഉടങ്ങക്കാട് മാലിലേക്ക് വിളിച്ച് പിന്നെ കാര്യങ്ങൾ അവരോട് പറഞ്ഞ്. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അവർ തിരിച്ചിങ്ങോട്ട് തന്നെ വിളിച്ച് അവരോട് പറഞ്ഞു, നമുക്കൊന്ന് ഇരുന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞു. അപ്പം എന്നെ വിളിച്ച് പറഞ്ഞു, ഇങ്ങനെ ഒന്ന് സംസാരിക്കണം, എപ്പോഴാണ് കൂടെ. ഞാൻ പറഞ്ഞു എപ്പോഴായാലും കുഴപ്പമില്ല, ഞാൻ അവളെയും കൂട്ടി ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ അവരെയും വിളിച്ച് നമ്മളെയും വിളിച്ച്. പക്ഷേ അവരെ വിളിച്ചപ്പോൾ അവർ പറഞ്ഞ് ഓൻ്റെ എന്തോ ഒരു കാരണം പറഞ്ഞ്, ഓൻ്റെ വാപ്പ പറഞ്ഞാണോ അല്ല ഓൻ്റെ എന്തോ ഒരു കാരണം പറഞ്ഞ് അവർക്ക് ഇന്ന് ഇങ്ങനത്തെ പ്രശ്നത്തിന് വരാനൊന്നും ആവില്ല എന്ന് പറഞ്ഞ പോലെ ഒഴിഞ്ഞു മാറി അന്ന്. അപ്പോൾ അത് അവിടെ തീർന്ന്. പിന്നെ ഇവർ വന്നില്ല. പിന്നെ കുറേ ദിവസം കഴിഞ്ഞപ്പോൾ ഇവിടെ അങ്ങോട്ട് വരുന്നില്ലെന്ന് ചോദിച്ച് വിളിച്ച്. അപ്പോൾ ഞാൻ ജ്യേഷ്ഠനോട് പറഞ്ഞു, ഇനി ഒന്ന് ഇവിടെ വാന്നാണ്. ഓൻ്റെ ജ്യേഷ്ഠനെ വിളിച്ച്. ജ്യേഷ്ഠൻ ഇവിടെ വന്നു. ഓനോട് ഞാൻ കാര്യങ്ങളൊക്കെ ചോദിച്ച്. ഇങ്ങനെ എന്തോ പ്രശ്നങ്ങളുണ്ട്. ഓൻ വല്ലാണ്ട് മദ്യപിക്കുകയോളെ നല്ലോണം അടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എത്രയോ പ്രാവശ്യം എന്നോട് പറഞ്ഞതാ, അല്ലാതെ ഭയങ്കര പ്രശ്നം. ഇവിടെ വരുന്ന സമയത്ത് അവന് മദ്യപിച്ച് വന്ന് എത്രയോ ടൈം ഉണ്ടായിട്ടുണ്ട്, നമുക്ക് അനുഭവപ്പെട്ടിക്ക്. അപ്പോൾ അതുവരെ ഓനോട് പറഞ്ഞു കൊടുത്തേക്ക്, നമ്മളെ വീട്ടിലേക്ക് പോകുമ്പോൾ തന്നെയെങ്കിലും നിങ്ങളൊന്ന് ഇങ്ങനെ കുറച്ചൊന്ന് ഡീസൻ്റായിട്ട് പോകണം, നമ്മളിങ്ങനെ വന്നതല്ലേ, ഇങ്ങനെ ജീവിക്കുന്നതല്ലേ, അപ്പോൾ കുറച്ചുകൂടി ഡീസൻ്റ് ആണോ, എല്ലാ കാര്യങ്ങളും തുറന്ന് പറഞ്ഞു. വിചാരിക്കുന്നത് ഓരോ ദിവസം കഴിയുന്നതനുസരിച്ച് നന്നാവും എന്നുള്ള പ്രതീക്ഷയിലാണ് നിൽക്കുന്നത്. ഇത് കാര്യങ്ങൾ വഷളായി ഇങ്ങനെ വരിക. പിന്നെ അങ്ങനെ ജ്യേഷ്ഠൻ ഇവിടെ വന്ന് ഓനോട് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ഓൻ പറഞ്ഞു, ഞാൻ ഏറ്റെടുത്തോളം ഓൻ്റെ ഉത്തരവാദിത്വം, പിന്നെ പോന്നോട്ടെ എന്നാണ്. ഞാൻ പറഞ്ഞു അത് എന്തായാലും ഒരിക്കലും ചെയ്യൂല. എൻ്റെ ഉമ്മയും ബാപ്പയും ഇവിടെ വന്നിട്ട് ഓരോട് കാര്യങ്ങൾ ഇരുത്തി നമുക്കൊന്ന് സംസാരിച്ചിട്ട് അങ്ങോട്ട് പോന്നോട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഓൻ പറഞ്ഞാൽ ഞാൻ രാത്രി ഉമ്മനെയും പാപ്പനെ കൂട്ടിയിട്ട് ഞാൻ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ വീട്ടിൽ പോയിട്ട് ഓൻ തിരിച്ച് മോളെ വിളിച്ച് ഓളോട് പറഞ്ഞ്, ഈ കാര്യത്തിന് എൻ്റെ ഉപ്പയും ഉമ്മയും ഞാനും വരൂലെന്ന് പറഞ്ഞു. വരൂലെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എന്നാൽ അവിടെ നിൽക്കട്ടെ, നമ്മൾ വേറെ എന്തെങ്കിലും വഴി ഉണ്ടോ നോക്കുക. ഒരാളെ ഉത്തരവാദിത്തം അല്ലാണ്ട് എന്തായാലും എൻ്റെ മോളെ ഞാൻ പറഞ്ഞേക്കൂല എന്ന് ഞാൻ പറഞ്ഞേക്ക്. അതങ്ങനെ പറഞ്ഞേക്കാൻ പറ്റൂലല്ലോ. അങ്ങനെ പിന്നെ അവൻ പിന്നെ ഇവിടെ വന്ന് 1-2 പ്രാവശ്യം ഇവിടെ വന്ന് ഇവളോട് പറഞ്ഞ് ഭയങ്കര കരച്ചിലായിരുന്നു. എന്താ വെച്ചാൽ എനിക്കാരുമില്ല, വാപ്പ വേറെ പോയി, ഉമ്മ വേറെ പോയി, ജ്യേഷ്ഠൻ വേറെ പോയി, അതിനെക്കൊണ്ട് ഇനി ആരും ശ്രദ്ധിക്കുന്നില്ല, അതിനെക്കൊണ്ട് ഇനി എന്തായാലും വരണമെന്ന് പറഞ്ഞ് ഭയങ്കര കരച്ചിലായിരുന്നു. അതിങ്ങനത്തെല്ലാം കേട്ടപ്പോൾ മോളോട് ഞാനും പറഞ്ഞു, മോളെ എന്തെങ്കിലും നന്നാവുമായിരിക്കും, നമുക്ക് വേറെ എന്തെങ്കിലും ഒരു വഴി നോക്കാം, ഇവിടെ എവിടെയെങ്കിലും ഒരു കോട്ടേഴ്സ് എടുത്തിട്ട് നമുക്ക് ഇവിടെ നിൽക്കാം, വാടക അല്ലെങ്കിൽ ഞാൻ കൊടുത്തോളുന്നുണ്ട്. അതുവരെ ഞാൻ ഓളോട് പറഞ്ഞേക്ക്. ഓള് പറഞ്ഞ നാളെ ഒരു ചാൻസ് കൊണ്ട് നമ്മൾ കൊടുത്തു നോക്കുക, ചിലപ്പോൾ നന്നായി കിട്ടായിരിക്കും എന്ന് പറഞ്ഞു.
അങ്ങനെ ഇവിടെ കോട്ടേഴ്സ് എടുക്കാമെന്നു എല്ലാ വിവരങ്ങളും ഓനോട് പറഞ്ഞ് രാത്രി ഇഞ്ചെ 2 സുഹൃത്തുക്കളും ഉണ്ടായി ഇവിടെ. ഞങ്ങൾ രാത്രി ഇവിടെ ഇരുന്ന് സംസാരിച്ച് ഓനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഓനൊക്കെ ഓക്കെ പറഞ്ഞു പോയതാ. രാവിലെ പോയിട്ട് പിന്നെ തിരിച്ചു പോകാൻ വിളിക്കുക, ഞാൻ അങ്ങോട്ട് വരുന്നില്ല, നീ അവിടെ തന്നെ നിന്നോ, ഞാൻ സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഞാൻ അടിവാരത്തൊക്കെ പോവുകയാണ്, ഉമ്മയും ഉപ്പയൊക്കെ അങ്ങോട്ട് മാറുകയാണ്, അപ്പോൾ ഞാൻ അവരെ അടുത്തൊക്കെ പോവുകയെന്ന് പറഞ്ഞു. പിന്നെ അതും പറഞ്ഞ് അതും കഴിഞ്ഞ് പിന്നെ ഞാനിങ്ങനെ അവൾ ആരെ കൂടെയാണ് ഞാൻ പറഞ്ഞേക്കുക, ഇതിനൊരു ഉത്തരവാദിത്തം വേണ്ടേ?